നമസ്കാരം. 1999 കല്ലടത്തണ്ണി ദുരന്തം ഉണ്ടായത്. ആ കല്ലടത്തണ്ണി ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയാകെ കാട് മൂടി നശിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇലക്ട്രിക് പോസ്റ്റിലാകെ പോച്ചകൾ പടർന്നു കയറി എപ്പോഴും അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ കല്ലടത്തണ്ണി ദുരന്തത്തിന് ശേഷം ഇവിടെ ഒരു നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. ആ നടപ്പാതയിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ കാട് പടർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും ആളുകൾക്ക് ഇതിൽ കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ നടപ്പാതയിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധ പതിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഇടുങ്ങിയ പാലത്തിലൂടെ രണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം കടന്നു പോകുമ്പോൾ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനായാണ് ഈ നടപ്പാത ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നടപ്പാതയ്ക്ക് ഇപ്പോൾ ഉപയോഗമില്ലാത്തൊരു സ്ഥിതിയാണ്. കാട് മൂടി ഇരുവശങ്ങളിലും കാട് മൂടി കിടക്കുന്ന വല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ കല്ലടത്തണ്ണി പാലത്തിന് സമീപത്തായി ഉള്ളത്. അടിയന്തിരമായി ഈ ഭാഗം വൃത്തിയാക്കുവാനും അതുപോലെ തന്നെ ഇവിടെ വൃക്ഷങ്ങൾ റബ്ബർ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞ് ഏത് സമയത്തും ഈ കാറ്റത്തും മഴയത്തും ഒടിഞ്ഞ് വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം മാറ്റി അധികൃതർ അപകടരഹിതമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുവാനായി ശ്രദ്ധിക്കണമെന്നാണ് പറയുവാനുള്ളത്. Glasses.